തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റേസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ സ്റ്റാർസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മലയാളത്തിൽ 2023 കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക തന്നെയാണ് മുന്നിൽ ഓടിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിനോടൊപ്പം എത്തിയ യൂത്തന്മാരും ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. വർഷാവസാനം ആകുമ്പോഴേക്കും ആ ബാറ്റൺ ഇപ്പോൾ ലാലേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്നാണ് ലാസ്റ്റ് നേര് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ പ്രഭാസിൻ്റെയും പ്രശാന്ത് നീലിൻ്റെയും കൂട്ടുപിടിച്ച് പൃഥ്വിരാജും ആ റേസിൽ മുന്നിൽ തന്നെയുണ്ട് കേരളത്തിലെ തിയേറ്ററുകൾ നിറയ്ക്കുന്ന കാര്യത്തിൽ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സലാറിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇനി പിരിഞ്ഞു വെക്കോളൂ എന്ന് ഞാൻ പറയില്ല കേട്ടോ. പക്ഷേ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 2024 നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കേണ്ട, നിങ്ങളുടെ ഹാബിറ്റിൻ്റെ ഭാഗമായിരിക്കേണ്ട ഒരു ആപ്പിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. പുതുവർഷം തുടങ്ങുമ്പോൾ പുതിയ ശീലങ്ങൾ തുടങ്ങാമെന്ന് പല ആളുകളും പറയാറുണ്ട്. പക്ഷേ അതിൽ പലതും ജനുവരി ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും തീരുമാനമാവാറുണ്ട്. അങ്ങനെ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുക എന്ന് പറയുന്നൊരു തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പകുതിക്ക് വെച്ച് മുടങ്ങി പോകാതിരിക്കാനും അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് കുക്കു FM യൂസ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇവിടെ നമുക്ക് പുസ്തകങ്ങൾ ഒരാൾ വായിച്ചു തരികയാണ്, അല്ലെങ്കിൽ അതിനൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റി തരികയാണ്. ഇപ്പോഴാണെങ്കിൽ വരുന്ന 31 തീയതി വരെ, 2023 ഡിസംബർ 31 വരെ അവരുടെ ഇയർ എൻഡ് സെയിൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 60% ഡിസ്കൗണ്ടാണ് നമുക്ക് കിട്ടുക. എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു വലിയ ലൈബ്രറിയാണ്. 10,000-ലധികം പുസ്തകങ്ങൾ. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ, സസ്പെൻസ് ഗണത്തിൽപ്പെടുന്ന ഒരു പുസ്തകമാണ് കേൾക്കേണ്ടത്, അതല്ല വേൾഡ് ക്ലാസിക്സിനോടാണ് താല്പര്യം. ഇനിയിപ്പോൾ ലിറ്ററേച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ MTയുടെ മഞ്ഞ്, ഓപ്പോൾ, ഇരുട്ടിൻ്റെ ആത്മാവ്, അതും അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ കൃതികൾ, ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ശബ്ദത്തിൽ പ്രഗത്ഭരായ ആളുകളുടെ സംഗീതത്തോടു കൂടി തന്നെ ഒരു അനുഭവമായിട്ട് നമ്മളിലേക്ക് എത്തിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീച്ചേഴ്സിലൊന്ന് കുക്കു FM ബൈറ്റ്സ് എന്ന് പറയുന്നതാണ്. ഒരു മുഴുവൻ പുസ്തകത്തിൻ്റെ സമ്മറി 15 മിനിറ്റിൽ നമുക്ക് കിട്ടും. ചിലപ്പോൾ മുമ്പ് വായിച്ച പുസ്തകമായിരിക്കും, അതിൻ്റെ സമ്മറി ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു എന്ന് ഒരു നക്ഷൽ ഒരാൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കില്ലേ. ആൻഡ് ഈ ഫീച്ചേഴ്സും ഇത്രയും പുസ്തകങ്ങളും ഒക്കെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസിന് നമുക്ക് കിട്ടുകയാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, മലയാളം 60 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക, ഓഫർ സ്വന്തമാക്കുക. കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ. കണ്ണിന് റെസ്റ്റ്, കാതിന് ഗിഫ്റ്റ് എന്ന ഈ ഓഫർ ഉപയോഗപ്പെടുത്തും. ഏതൊരു ഇൻ്റർവ്യൂവർ ആണോ അതോ അതിൽ പങ്കെടുത്തിരുന്ന മറ്റാരെങ്കിലും ആണോ ചോദിച്ചതെന്നറിയില്ല, വാട്ട് ആർ യു ഗൈസ് സ്മോക്കിംഗ് എന്ന് മലയാളം ഫിലിം മേക്കേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഈ പുകച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്രയും ഗംഭീര തോട്ട്സും ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടെന്ന്. ശരിക്കും ആ ചോദ്യം ഒന്നുകൂടി തിരിച്ചെനിക്ക് പ്രശാന്ത് നീലിനോടാണ് ചോദിക്കാൻ തോന്നുന്നത്. അങ്ങനെ ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ എന്ത് തരം സിനിമകളാണ് കാണുന്നത്? ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോഴേ നിങ്ങൾ ഏത് മാഗസിൻസാണ് നിങ്ങൾ കുട്ടിക്കാലത്ത് വായിച്ചുകൊണ്ടിരുന്നത്? പോട്ടെ, നിങ്ങൾ ഉറങ്ങുമ്പോൾ എന്ത് സ്വപ്നമാണ് കാണുന്നത്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുദ്ധമോ? സംഭവം ആവർത്തിച്ച് വരുന്ന കുറേ എലമെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇയാളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഫൈറ്റിൽ എന്ത് കാണിക്കണ്ട എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആ പോസിറ്റീവ്സ് പറയുന്ന കൂട്ടത്തിൽ പറയാം. പ്രശാന്ത് നീൽ തകർത്തിട്ടുണ്ട് ഈ സിനിമയിൽ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് പൃഥ്വിരാജ് കടുവയുടെ റിലീസ് പ്രൊമോഷൻസ് സമയത്താണെന്ന് തോന്നുന്നു പുള്ളി ഇങ്ങനെ പല പ്രൊമോഷൻ പരിപാടികളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അൺഅപ്പോളജറ്റിക്കൽ മാസ് ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിൽ. കടുവ അങ്ങനെയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഇല്ല, ഓർത്തെടുക്കാൻ പെട്ടെന്ന് അങ്ങനെ വരുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു കേട്ടോ, നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ പ്രശാന്ത് നീൽ പൃഥ്വിരാജിന് കൊടുത്തിരിക്കുന്നത് പറഞ്ഞ സാധനമാണ്. അത് പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറിനെ, സ്റ്റാറിനെ നന്നായി ഉപയോഗിക്കാൻ പ്രശാന്ത് നീലിന് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇങ്ങനൊരു അവസരം ഒരു പാൻ ഇന്ത്യൻ സിനിമയിൽ, സാധാരണ ഈ മലയാളത്തിൽ നിന്നുള്ള താരങ്ങൾ ഇതര ഭാഷയിൽ നായകൻ്റെ ഒപ്പം അഭിനയിക്കുക എന്ന് പറയുമ്പോൾ നല്ല റോളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ഒരു നോക്കുകുത്തി സാധനം ഉണ്ടാവും. അതായത് അവിടുത്തെ നായകനായിരിക്കും ഷൈൻ ചെയ്യുന്നത്, നമ്മൾ അതിൻ്റെ കൂടെ പോയി നിൽക്കുക എന്നുള്ളതാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ആ നായകനൊപ്പം ഷൈൻ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ കിട്ടാറുള്ളൂ. പൃഥ്വിരാജിന് ആ സാധനം കൊടുത്തിട്ടുണ്ട്. അത് പുള്ളി ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൃഥ്വിരാജിനെ പറഞ്ഞു, പ്രശാന്ത് നീലിനെ പറഞ്ഞ പോലെ ഇവരെല്ലാവരും PR-ലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പറയാനുള്ളത് പ്രഭാസിനെ കുറിച്ചാണ്. പ്രഭാസ് ടൈം ട്രാവൽ ചെയ്തിട്ടാണോ ഈ സിനിമയിൽ അഭിനയിച്ചത് എന്ന് തോന്നിപ്പോൾ ഇതായിരുന്നു പ്രഭാസ്. ഇതാണ് ആ മച്ചാൻ. നമുക്ക് എന്താ പറയുക, ബാഹുബലിയൊക്കെ കണ്ടിട്ട് നമുക്ക് ആരാധന തോന്നിയ, നമ്മളിൽ കോരിത്തെരിപ്പ് ഉണ്ടാക്കാൻ പോകുന്ന ആ കരുത്തനായിട്ടുള്ളൊരു സ്റ്റാർ മെറ്റീരിയൽ ഇല്ലേ, ആ സാധനം വീണ്ടും കണ്ടടോ. അതായത് ഇത്രയും പറയാം, ബാഹുബലി എന്ന് പറയുന്ന സിനിമയിൽ അതിൻ്റെ ഇൻ്റർവെൽ പഞ്ചാണെന്ന് തോന്നുന്നു. അതായത് ബല്ലാൽ ദേവൻ്റെ പ്രതിമയ്ക്ക് മുകളിൽ ബാഹുബലിയുടെ പ്രതിമ ഇങ്ങനെ വളർന്നു വരൂലേ എന്ന് പറഞ്ഞ പോലെ പ്രഭാസ് ഈ കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ ചെയ്ത മെനകെട്ട പടങ്ങളുണ്ടല്ലോ, അത് മുഴുവൻ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ പ്രഭാസ് വീണ്ടും ഇങ്ങനെ ഉദിച്ചുയർന്ന് വരിക എന്നൊക്കെ പറയില്ലേ മച്ചാനെ, തിരിച്ചു വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സാധനമാണ്. പുള്ളിയുടെ ഇൻട്രോ
ഫൈറ്റ് സീക്വൻസും ഫൈറ്റിന് മുമ്പുള്ള അതിങ്ങനെ എലിവേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അയ്യോ, അതായത് പ്രഭാസിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, ഇവൻ്റെ ഇടിക്ക് ഒരുത്തം പറന്ന് പോകും. നമ്മൾ വിശ്വസിച്ചു, അതായത് പ്രഭാസിനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ നമ്മൾ വിശ്വസിച്ചു പുള്ളിക്കൊരു ട്രക്കൊക്കെ എടുത്ത് വേണമെങ്കിൽ ചിലപ്പോൾ എറിയാൻ പറ്റിയെന്ന് വരുമെന്ന്. ആ റേഞ്ചിൽ വിഷ്വലി പ്രഭാസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ കഴിഞ്ഞു പോയ ചില തല്ലിപ്പൊളി പടങ്ങൾ അതങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഇതിലൊരു കുഞ്ഞ് ഡയലോഗുണ്ട്. ബാറ്റ്സ്മാൻ ആയിരുന്നു എന്നെക്കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കാൻ നോക്കിയെന്നോ, അല്ലെങ്കിൽ ബോളറായിരുന്നു എന്നെക്കൊണ്ട് ബാറ്റ് ചെയ്യിക്കാൻ നോക്കിയെന്നോ, അങ്ങനെ എന്തൊരു സാധനം പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇത്രയും നാളുകൾ പുള്ളി കുറേ പടങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പടത്തിൽ ഇത് പ്രഭാസ് അഴിഞ്ഞാടിയിട്ടുണ്ട്, അർമ്മതിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ ഡയലോഗുകളിലേക്ക് ഫോക്കസ് ചെയ്യണം. KGF 1 ഉം 2 ഒക്കെ കണ്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഈ ഡയലോഗുകൾ, പ്രശാന്ത് നീൽ സിനിമകളിലെ ഡയലോഗുകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പതിയുമല്ലോ. അതുപോലെ വളരെ പഞ്ചിങ് ആയിരിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഡയലോഗുകൾ അത്രമേൽ പഞ്ചിങ് ആയിട്ട് തോന്നിയില്ല. ചില ഡയലോഗുകൾ എനിക്ക് കട്ട ക്രിഞ്ചായിട്ട് തോന്നുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇതിൽ പ്രഭാസിൻ്റെ അമ്മയുടെ ക്യാരക്ടറൊക്കെ ചെയ്തിരിക്കുന്നത് അത് അങ്ങോട്ട് സെറ്റായില്ല. പക്ഷേ അതേ സമയം നമ്മൾ എൻജോയ് ചെയ്യുന്ന ഡയലോഗുകളുണ്ട്. മറ്റേ ഈ ഓർത്തിരിക്കുന്ന ഡയലോഗുകൾ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വളരെയധികം എൻജോയ് ചെയ്യുന്ന ചില ഡയലോഗുകൾ, പ്രത്യേകിച്ച് കോൺവെർസേഷൻസ്. പൃഥ്വിരാജും പ്രഭാസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്, ഒരു ഫൈറ്റും ടോക്കും ഒക്കെ ഉണ്ട് മച്ചാനെ. അതിൽ നമുക്ക് വർത്താണ്. അതായത് ഈ പടം നല്ല നീളമുണ്ട്. ഇതിനിടയിൽ നമുക്ക് ചിലപ്പോൾ ഒരു ലാഗിൻ്റെ ഫീൽ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. പക്ഷേ ആ ലാഗിന് അപ്പുറം ഇപ്പുറമൊക്കെ ഇയാൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഫൈറ്റ് സീക്വൻസുകളുണ്ട്. ആൻഡ് ഈ 2 സ്റ്റാർസിനെ അയാൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ അങ്ങനെയാണ് ഈ സിനിമയിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത്. പ്രത്യേകിച്ച് പ്രഭാസ് പൃഥ്വിരാജ് കോൺവെർസേഷൻ. ഇതിനു മുമ്പും നമ്മളെ കോരിത്തെരിപ്പിച്ചിട്ടുള്ള രവി ബസ്ലൂറാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഈ സിനിമയിലെ പല സീക്വൻസുകളെയും ഇങ്ങനെ പൊക്കിയെടുത്ത് ഏറിക്കൊണ്ട് വെക്കുന്നത് ഇതിലെ മ്യൂസിക്കാണ്. അത് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു തുടക്കമൊക്കെ ആകുമ്പോഴേക്കും ഈ പ്രഭാസിനെയൊക്കെ കാണിക്കുമ്പോൾ വരുന്നൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് KGF പോലെ തന്നെ ഇതിൻ്റെയും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു സിംഗിൾ വീഡിയോ ഒക്കെ ഇറങ്ങിക്കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഓഡിയോ സാധനം മുഴുവൻ റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ പലരുടെയും റിംഗ് ടോണുകളാവാൻ പോകുന്ന ഭയങ്കര രസമുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഈ സിനിമയ്ക്കുള്ളത്. പിന്നെ വിഷ്വൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ പ്രശാന്ത് നീൽ എന്ത് തരം സിനിമകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, പുള്ളിയുടെ സ്വപ്നങ്ങൾ ഏത് തരത്തിലാണ് എന്നൊക്കെ തോന്നിയപ്പം KGF ഉം KGF 2 ഒക്കെ ആയിട്ട് വിഷ്വലി അതിൻ്റെ ഒരു കളറിങ്ങും പരിപാടിയും പിന്നെ ആക്ഷൻ സാധനങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതിലൊക്കെ വളരെയധികം സിമിലാരിറ്റീസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ബോറടിക്കില്ല. അത്രയും രസമായിട്ട് അത്രയും സ്റ്റൈലായിട്ട് ആ സാധനം അവതരിപ്പിക്കുന്നുണ്ട്. ആസ് എ പ്രേക്ഷകൻ ഇതിൻ്റെ വിഷ്വൽ സൈഡ് അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തം സാധനം, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും ഡയലോഗുകളാണെങ്കിലും സ്റ്റാർ മെറ്റീരിയൽസിനെ യൂസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും എല്ലാം കൊണ്ട് ഇതൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാക്കാൻ പ്രശാന്ത് നീലിന് സാധിച്ചിട്ടുണ്ട്. വിഷ്വലിനെ പുകഴ്ത്തി കഴിയുമ്പോൾ നമ്മൾ നേരെ VFXിലേക്കാണ് പൊതുവേ പോവുക. പക്ഷേ ഇതിൻ്റെ ആർട്ടിനെ കുറിച്ച് പറയണമെന്ന് തോന്നുന്നു. അതായത് ഇതിൽ പ്രഭാസിൻ്റെ ഒരു റിവീലിംഗ് മൊമെൻ്റ് ഉണ്ടാവുമല്ലോ. അതായത് അയാൾ വീണ്ടും തിരിച്ച് പഴയ പാതയിലേക്ക് പോകുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്തുള്ള ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ടിപ്പിക്കലി നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഗൺസൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വേറൊരു സാധനം അവർ ചെയ്തിട്ടുണ്ട്. ഒരു മെക്കാനിക് ചെയ്യുന്ന എന്നൊക്കെ പറയുന്ന ആ ലെവലിൽ നിൽക്കുകയും വേണം. എന്നാൽ അതേസമയം അത് ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നുകയും വേണം. അതൊക്കെ ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ VFX സാധനങ്ങളും കൂടി ചേരുമ്പോഴേക്കും സംഭവം അടിപൊളിയാണ്. ഫൈറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കുറേ റെഫറൻസുകളൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ആ സിനിമയിൽ കണ്ട് ഈ സിനിമയിൽ കണ്ട് KGF കണ്ടതെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചെയ്യുന്നത് വീണ്ടും അങ്ങേര് വെടിപ്പായി ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രഭാസിൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമുള്ള ചില സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദ്യത്തെ ഫൈറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഹെവി ആയിരുന്നു. ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ക്ലീഷേഡ് സാധനമാണ്. പക്ഷേ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇമോഷൻ ബിൽഡ് ചെയ്ത് വരുന്നത് ആൻഡ് ആ ഫൈറ്റ് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു മൊമെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീകളെയൊക്കെ യൂസ് ചെയ്ത് അവരുടെ സൗണ്ടിനെയൊക്കെ യൂസ് ചെയ്ത്, അതായത് പറഞ്ഞ ഫൈറ്റ് കൊറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ ഇടി മാത്രമല്ല ഇടിയും ഇടീനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ, മറ്റ് ആർട്ടിസ്റ്റുകൾ എല്ലാം കൊണ്ടും സാധനം അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിൻ്റെ ഒരു ഫൈറ്റിൽ എനിക്ക് മറ്റേ വാക്കിംഗ് ഡെഡ് ഗെയിമൊക്കെ കളിക്കുന്ന പോലെയൊക്കെ ഓർമ്മ വന്നു. പക്ഷേ അത് നന്നായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്റ്റോറിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും KGF ഒക്കെ ആയിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ നായകൻ, അവൻ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നു. അവൻ വന്നിരിക്കുന്നത് അവൻ അർഹതപ്പെട്ട സ്ഥലമാണെന്നും അവനത് നേടിയെടുക്കേണ്ടവനാണെന്നും എന്ന് പറയുന്നൊരു സാധനം നമ്മളിൽ ഉണ്ടാക്കുന്നു. ആ നാട്ടിലും ചുറ്റുപാടും ഉള്ളവർക്കൊക്കെ അവൻ ദൈവം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ആരാധിക്കുന്ന ഒരാളായിട്ട് മാറുന്നു എന്നൊക്കെ പറയുന്ന ആ സാധനങ്ങളൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ അതിന് വീണ്ടും കൺവിൻസിങ് ആയി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയില്ല. അതായത് 2000-ൻ്റെ തുടക്കത്തിൽ 2017 തോന്നുന്നു കാണിക്കുന്നത്. ആ സമയം വരെയൊക്കെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യവും അവിടെ പോരടിക്കുന്ന ക്ലാൻസൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിന് അത്രയും ബിലീവബിളായി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയില്ലേ.
അത് പ്രശാന്ത് നീൽ തകർത്തിട്ടുണ്ട്. ഇപ്പോൾ KGF KGF 2 നമ്മൾ കാണുമ്പോൾ അവിടുത്തെ ആ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ടല്ലോ, അതായത് KGF എന്നൊക്കെ പറയുന്ന ആ സാധനം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വലിയ പ്രദേശത്തിനെയാണ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവെക്കുന്നത്. അതിലെ ക്യാരക്ടേഴ്സും അതിൻ്റെ സ്ട്രെങ്ത്തും അതിൻ്റെ റീസൺസും അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഗംഭീരമായിട്ട് സംഭവിക്കുന്നുണ്ട് ഈ സിനിമയിൽ. പിന്നെ ലാഗിൻ്റെ കാര്യം പറയാനാണെങ്കിൽ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്കും ഒരെഴച്ചിലൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ ഇത് ഈ പറഞ്ഞ വേൾഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഈ കഥ നടക്കുന്ന സാഹചര്യങ്ങളെയും ആൻഡ് ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന് പറയില്ലേ, ഇത് പാർട്ട് 1 ആണ്, സീസ് ഫയർ ആണ്, ഇനിയാണ് പരിപാടി തുടങ്ങുന്നതെന്ന് പറയുന്നൊരു മൊമെൻറ്റിലാണ് ഈ സിനിമ കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്നതൊക്കെയാണ് ആളുകൾ, ഇങ്ങനെയാണ് അവിടെ സംഭവിച്ചത്, ഇങ്ങനെ സംഭവിക്കുന്നതിന് പിന്നിൽ ഇങ്ങനെ ഒരു കാരണമുണ്ട്, ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ട്വിസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് അടുത്ത മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഇതിനെല്ലാം കണക്ട് ചെയ്ത് ഈ ഡോട്ടുകൾ മുഴുവൻ ഫില്ല് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡയലോഗുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്കത് പക്ഷേ ബോറടിച്ചിട്ടില്ല. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരുന്ന ചില ആളുകൾക്കൊക്കെ ബോറടിച്ചെന്ന് തോന്നുന്നു. എൻ്റെ തൊട്ടടുത്തിരുന്ന ആളുണ്ടല്ലോ, ഞാനപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഈ സൈഡിൽ, ഞാൻ പൊതുവെ ഈ സൈഡിലേക്ക് ചരിഞ്ഞിരുന്നാണ് ഇങ്ങനെയാണ് സിനിമ കാണാറുള്ളത്. അപ്പോൾ ഇപ്പുറത്തിരുന്ന ആൾ ഫോണിൽ ഒരു കാര്യമില്ല, ഇത് എന്തിനാ എന്നെ കേൾപ്പിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല, കുറച്ച് ഒച്ചത്തിൽ തന്നെ പറഞ്ഞു ലാഗടിച്ച് ബോറടിക്കുന്നു എന്ന് ഇയാൾ വോയിസ് മെസ്സേജ് എന്തോ അയക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞിരുന്നു. കാര്യം ഒന്ന് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല, രണ്ട് പുള്ളിക്ക് ലാഗ് അടിക്കുന്നുണ്ട്, എനിക്ക് ലാഗ് അടിക്കുന്നില്ല. അപ്പോൾ അയാളുടെ ദീർഘനിശ്വാസങ്ങൾ എന്തിനാണ് എന്നെ വെറുതെ സ്വാധീനിക്കുന്നതെന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ പടം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് കൈയടിക്കുമല്ലോ, ഈ പുള്ളി എണീറ്റ് ഒന്ന് കൈയടിക്കണ്ടായിരുന്നു. ഇനി നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ടൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അമ്മ കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ക്രിഞ്ച് ഡയലോഗുകളും സീക്വൻസുകളുമാണ്. ശ്രുതി ഹസൻ്റെ ക്യാരക്ടറും ഈ പറഞ്ഞ പോലെ കൂടുതൽ അലമ്പാക്കാതെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ KGF കാണുമ്പോൾ വളരെയധികം വർക്കായിട്ടുള്ളൊരു ഇമോഷനായിരുന്നു അമ്മ എന്ന് പറയുന്നത്. അവരുടെ ഡയലോഗുകളിലാണെങ്കിലും പ്രവൃത്തികളിലാണെങ്കിലും ഒക്കെ ആ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അമ്മയാണേ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ കാണിക്കുന്നു. പിന്നെ അവരുടെ ആ ഒരു പേടിയും, പിന്നെ ഈ നായകൻ എന്ന് പറയുന്നത് ഇത്ര ഭീകരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേൾക്കുമ്പോൾ ഒരു സീനൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കതൊക്കെ ഭയങ്കര ഇതിലെ നായിക തന്നെ ചോദിക്കുന്ന പോലെ എന്താ ഇത് എന്ന് തോന്നിപ്പോയായിരുന്നു. പിന്നെ ഈ കോർ കഥയിൽ KGF 1 2 ഒക്കെ വെച്ച് നോക്കുമ്പോൾ കോറായിട്ടുള്ളൊരു കഥയും കുറച്ച് കണക്റ്റുകളിലും ഒക്കെ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവതരിപ്പിക്കുന്നതിലെ സ്റ്റൈലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ സിനിമ എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നിൽ കൂടുതൽ തവണ കാണും. കാര്യം ഈ പ്രശാന്ത് നീലിൻ്റെ KGF 1 2 ഒക്കെ എടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ തുടക്കത്തിലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തീയും പുകയും പോലെയൊക്കെ നിൽക്കും. സിനിമ തീരാറാവുമ്പോഴാണ് നമുക്ക് ക്യാരക്ടേഴ്സിനെ കുറിച്ച് തന്നെ ശരിക്കും ഒരു ഐഡിയ കിട്ടിത്തുടങ്ങുക. അത് നല്ലൊരു ഐഡിയ ആണ്. കാര്യം അപ്പോൾ നമ്മൾ സിനിമ വീണ്ടും കാണും. അങ്ങനെ കാണുമ്പോഴാണ് ഈ ആദ്യം കാണിച്ച സീക്വൻസുകളൊക്കെ ഇതുകൊണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ സീക്വൻസുകൾ കൂടുതൽ മാസമാവുന്നതെന്നൊരു തിരിച്ചറിവ് നമുക്ക് വരും. അപ്പോൾ ഞാൻ എന്തായാലും ഈ സിനിമ ഒരു വട്ടം കൂടി തിയേറ്ററിൽ പോയി കാണും. ചിലപ്പോൾ നിങ്ങൾ അഭിപ്രായം തേടി പോകുന്ന ആളുകൾ ഇതൊരു 1 ടൈം വാച്ചബിൾ സിനിമയാണെന്നും പറയും. അങ്ങനെ 1 ടൈം വാച്ചബിൾ സിനിമയാണ് എന്ന് പറയുന്നതിനെയും അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്. ആ 1 ടൈം വാച്ച് എന്ന് പറയുന്നത് ഒരു തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. കാരണം ഇതിൻ്റെ ഓഡിയോ വിഷ്വൽ ഡിസൈനും ആക്ഷൻ സീക്വൻസുകളും എല്ലാം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫൈറ്റ് കൊറിയോഗ്രഫിയുടെ കാര്യം ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞല്ലോ. അതിൽ പ്രഭാസിൻ്റെ ആദ്യത്തെ ഫൈറ്റ് എന്ന് പറയുന്നത് പുള്ളി ഇടിക്കാൻ കയ്യോങ്ങുന്നതും തെറിച്ച് വീഴുന്നതും മാത്രം നമ്മൾ കാണുന്ന കുറേ സംഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇടി നമ്മൾ സങ്കല്പിക്കേണ്ടതാണ്. ആ സങ്കല്പത്തിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് അതിനു മുമ്പും ശേഷമൊക്കെയുള്ള ആ ഒരു മൊത്തം വിഷ്വൽ സാധനവും അതിൻ്റെ സൗണ്ടിങ്ങും ഒക്കെയാണ്. അത് നമ്മൾ തിയേറ്ററിലല്ലാതെ വീട്ടിലോ അല്ലെങ്കിൽ ഫോണിലെ സ്പീക്കർ നിങ്ങൾ എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചു എന്ന് പറയുന്ന ഒരു ഫോണാണെങ്കിലും അതിൻ്റെ സ്പീക്കറിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നമ്മൾ തിയേറ്ററിൽ ഒരു 4K ഡോൾബി അറ്റ്മോസിൽ കാണുന്നതായിട്ട് ഒരു തരത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സിനിമ നിങ്ങൾ ഒരു വട്ടമേ കാണാനുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയാം ലാഗുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് അതൊക്കെ ഈ സിനിമയുടെ ഒരു വേൾഡ് ബിൽഡിംഗ് ആണെന്ന് മനസ്സിലാക്കുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇത് ഒരു വട്ടമേ കാണാനുള്ളൂ എന്ന് പറഞ്ഞാലും ആ ഒരു വട്ടം നമ്മൾ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാലാണ് ആ സാധനം കിട്ടുക. പക്ഷേ നല്ല വയലൻസ് ഉണ്ട്. ഈ പറയുന്ന വെട്ടി കൈവെട്ടുന്നതും അതിൽ നിന്ന് ചോര തെറിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരം രംഗങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ ഇത് അനുകരിക്കാനും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണണം എന്ന് ഞാൻ നിർബന്ധിച്ച് പറയുന്നില്ല. പക്ഷേ ഒരു പ്രശാന്ത് നീൽ സ്റ്റൈൽ സാധനം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, പൃഥ്വിരാജ് ഫാനാണെങ്കിൽ, പ്രഭാസ് ഫാനാണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൃത്യമായിട്ടുള്ളൊരു മസാലക്കൂട്ടിലാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.